അരുൺകുമാർ അല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നയാ പൈസ ചെലവഴിക്കില്ല. ചോദ്യം ചോദിച്ച ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്ക്, ഒരു ക്ഷമ കാണിക്കൂ. എന്താ കുഴപ്പം? ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന് ചെലവാക്കില്ല എന്ന് പറയാൻ ചെലവാക്കില്ല. പിന്നെ എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? ഇവിടെ എന്തായാലും അത് ദേവസ്വം ബോർഡിന് കിട്ടേണ്ട പണമായിരുന്നോ? മുഴുവൻ GST ഇൻപുട്ട് എവിടെ? ദേവസ്വം ബോർഡിന് കിട്ടേണ്ട പണമായിരുന്നോ? ശേഷിയുള്ള GST ഇൻപുട്ട് എവിടെ സർ? ഇവിടെ തുടങ്ങിയതല്ല. GST ഇല്ലാത്ത വസ്തുക്കൾ കൊടുത്തിട്ട് ആ GST ഇൻപുട്ട് എവിടെ? പറഞ്ഞല്ലോ. പക്ഷേ ഈ പണം എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും എന്ന കാര്യം ആർ വി ബാബു ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇതിൽ ഇനി PS പ്രസാദ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുന്നത് 1 കോടി കൂടി അത് സ്പോൺസർഷിപ്പിലൂടെ തന്നെ തിരിച്ചു കൊടുക്കും. അതിൽ ആരും ബുദ്ധിമുട്ടണ്ട. അല്ല ബുദ്ധിമുട്ട് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിൽ 1 കോടി കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ദേവസ്വം കത്തിൽ പറയുന്നത് 2 കോടി എന്നാണ്. അതായത് ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പങ്കുവെച്ച ഡോക്യുമെന്റിൽ 2 കോടി കൂടി കിട്ടും എന്ന് പറയുന്നുണ്ട്. പോസ്റ്റിൽ പക്ഷെ 1 കോടി എന്നാണ് പറയുന്നത്. എത്ര കോടി എന്ന് ആർക്കറിയാം? മാധു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുന്നു. തിരിച്ചടച്ച കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കോടതിയിലാണല്ലോ.